ഓർമ്മയുടെ ഞരമ്പ് എന്നുള്ള കെ.ആർ. മീരയുടെ കഥയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ കഥ വായിക്കണം എന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഈ കഥയുടെ ഒരു ഏകദേശ രൂപം, സംഗ്രഹവും ഒപ്പം കഥയുടെ ലഘു ആസ്വാദനവുമാണ് ഈ ക്ലാസ് രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു. ആദ്യം നിങ്ങൾ കഥ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ കഥയുടെ സംഗ്രഹം എന്ന് പറയാം. അതിനു മുമ്പൊരു വാക്ക്, ഓർമ്മയുടെ ഞരമ്പ് എന്ന ഒരു കഥാസമാഹാരം കെ.ആർ. മീരയുടേതായുണ്ട്. കെ.ആർ. മീര ആധുനിക കഥാകാരികളിൽ പ്രമുഖയാണ്. ഈ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥാസമാഹാരത്തിനകത്താണ് ഈ നമുക്ക് പഠിക്കുവാനുള്ള ഈ സവിശേഷ കഥ ഉള്ളത്. 21-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കഥയാണിത്. 2000-ന് ശേഷമാണ് ഈ കഥ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. കഥയുടെ ഏകദേശ രൂപം, കഥാസംഗ്രഹത്തിലേക്ക് ആദ്യം പോകാം. ശ്രദ്ധിച്ചു കേൾക്കുക. കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആവർത്തനത്തിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഈ കഥ ആരംഭിക്കുമ്പോൾ തുരുമ്പ് പിടിച്ച വിജാഗിരികൾ ഇളകുന്നത് പോലെ ഉള്ള ഒരു ശബ്ദത്തിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഒരു വൃദ്ധയുടെ ശബ്ദമാണത്. ചുക്കിച്ചുളിഞ്ഞ ശരീരമാണ് ഈ ശബ്ദത്തിനൊപ്പം വൃദ്ധയ്ക്ക് ഉള്ളത്. ഈ വൃദ്ധ ആ വീട്ടിലുള്ള തൻ്റെ പേരക്കുട്ടിയുടെ ഭാര്യയായ പെൺകുട്ടിയോട് കുട്ടി എഴുതുമോ എന്ന് ചോദിക്കുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും വൃദ്ധ എഴുതുമായിരുന്നു. അതുകൊണ്ടാണ് വൃദ്ധ അങ്ങനെ ചോദിക്കുന്നത് നമുക്ക് തോന്നാം. കുട്ടി എഴുതുമോ? പക്ഷേ ഈ വൃദ്ധയുടെ ചോദ്യത്തിന് പെൺകുട്ടി യാതൊന്നും പ്രതികരിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. വൃദ്ധയെ വെറുതെ നോക്കുക മാത്രം ചെയ്തു. വൃദ്ധ വീണ്ടും സംസാരിച്ചു കൊണ്ടിരുന്നു. പഴയ കാര്യങ്ങളാണ് പറയുന്നത്. പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു സമ്മേളനത്തിൽ മഹാകവി വള്ളത്തോൾ വന്നു. വൃദ്ധ പറയുകയാണ് പെൺകുട്ടിയോട്. ഒപ്പം തന്നെ വള്ളത്തോൾ വന്നതിനെക്കുറിച്ച്, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തിലെ ആ സമരവുമായി ബന്ധപ്പെട്ട് വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചതിനെക്കുറിച്ച്, സ്വദേശ വസ്ത്രം നിർമ്മിച്ചതിനെക്കുറിച്ചൊക്കെ വൃദ്ധ പെൺകുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ പെൺകുട്ടി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾ മുറിയിലുള്ള പുസ്തക ഷെൽഫിലേക്ക് തൻ്റെ നോട്ടം മാറ്റി. വൃദ്ധയെ നോക്കുന്നില്ല. ഇപ്പോൾ പുസ്തക ഷെൽഫിൽ നോക്കിയിരിക്കുന്നു. അവിടെ കുറേ ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു. കൂടാതെ കുറേ നോട്ട്ബുക്കുകളും കണ്ടു. അതെല്ലാം നോക്കിയിരിക്കുകയാണ്. എന്നാൽ വീണ്ടും അവൾ വൃദ്ധയെ നോക്കി. അപ്പോൾ പെട്ടെന്ന് വൃദ്ധ പറഞ്ഞു, അന്ന് ആ സ്വാതന്ത്ര്യ സമരകാലത്ത്, പഴയ കാര്യങ്ങളാണ് വൃദ്ധ പറയുന്നതൊക്കെ, വല്യമ്മാമ പറഞ്ഞിട്ട് ഞാൻ ഒരു കവിത എഴുതി. ശരിക്കും വൃദ്ധ എഴുത്തുകാരിയാണ് നമുക്കിപ്പോൾ ബോധ്യപ്പെടുന്നത്. എഴുതുമായിരുന്നു വൃദ്ധ. ഞാനൊരു കവിത എഴുതി വല്യമ്മാമ പറഞ്ഞിട്ട്, സമ്മേളനത്തിൽ വായിച്ചു. എന്നിട്ട് വൃദ്ധ ഈ അന്ന് സമ്മേളനത്തിനുണ്ടായിരുന്ന മഹാകവി വള്ളത്തോളിനെ ഇപ്പോൾ കാണുന്നത് പോലെ ഭയഭക്തി ബഹുമാനത്തോടെ വൃദ്ധ ഈ പെൺകുട്ടിയുടെ മുന്നിലിരുന്ന് കൈകൂപ്പി. അപ്പുറത്ത് വള്ളത്തോളുണ്ടെന്നുള്ള ഭാവത്തിൽ. എന്നിട്ട് വള്ളത്തോൾ തന്നെ അടുത്ത് വിളിച്ച് 2 കൈയും തലയിൽ വെച്ച് അനുഗ്രഹിച്ച കാര്യം പറഞ്ഞു. വള്ളത്തോളിൻ്റെ കൈകൾ പതിഞ്ഞ സ്വന്തം തലയിൽ ഇപ്പോൾ വൃദ്ധ തഴുകുകയാണ്. വെളുത്ത തലമുടികൾക്കിടയിൽ അടിയിൽ കറുത്ത മുടിയിഴകളുമുണ്ടെന്ന് പെൺകുട്ടി അമർഷത്തോടെ, അല്പം വിദ്വേഷത്തോടെ കണ്ടെത്തുകയാണ്, വെറുപ്പോടെ കണ്ടെത്തുകയാണ്. വെളുത്ത തലമുടികൾ. മുറിയിൽ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. വൃദ്ധയുടെ സംഭാഷണങ്ങൾക്കകത്തും വൃദ്ധയോടും ഇല്ല. അതാണ് മുറിയിൽ ചന്ദനത്തിരിയുടെയും ഔഷധത്തിൻ്റെയും മണം. എങ്കിലും
ഈ പെൺകുട്ടിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ആ മുറിയാണ്. കാരണം നല്ല വായു സഞ്ചാരമുള്ള മുറി. വൃദ്ധ വീണ്ടും പറയുകയാണ്, അന്ന് എനിക്ക് 9 വയസ്സായിരുന്നു, പക്ഷേ 10-16 വയസ്സിൻ്റെ വളർച്ചയുണ്ട് എനിക്ക്. ആ സമ്മേളനത്തിൽ വെച്ചാണ് ഇവിടുത്തെയാൾ, അവർ ആ വാചകം പൂർത്തിയാക്കിയില്ല, ഭർത്താവിനെ കുറിച്ചാണ് പറഞ്ഞത്. പെട്ടെന്ന് വൃദ്ധ ശ്രദ്ധയോടെ അവരുടെ നേരിയതിൽ നിന്ന് ഒരു വെള്ള നൂല് പൊട്ടിച്ചു കളഞ്ഞു. വൃദ്ധയാകെ അസ്വസ്ഥയായി. അവർ ഷെൽഫിൻ്റെ അടുത്തേക്ക് ചെന്നു. വളരെ ശ്രദ്ധയോടെ ബുക്കുകൾ ഓരോന്നായി ഓരോന്നായി മറിച്ചു നോക്കുകയാണ് വൃദ്ധ. ഇതല്ല എന്നിട്ട് പറഞ്ഞു. ചുവന്ന ചട്ടയുള്ള ബുക്കാണ് അവർ തിരയുന്നത്. അവർ ഷെൽഫിലെ ബുക്കുകൾ ഇളക്കി, പൊടിയടിച്ച് പെൺകുട്ടി തുമ്മി. യാതൊരു സിമ്പതിയുമില്ലാതെയാണ് വൃദ്ധ പെൺകുട്ടിയെ നോക്കിയത്. വയസ്സുകാലത്ത് ഇങ്ങനൊരാവശ്യം വരുമെന്ന് ആര് കണ്ടു? തൻ്റെ ബുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, ബുക്കാണ് നോക്കുന്നത്. ബുക്ക് കിട്ടുന്നില്ല. ഈ സമയത്ത് പെൺകുട്ടിയുടെ ഹൃദയത്തിൽ ചെന്ന് കൊള്ളുന്നുണ്ട്. വൃദ്ധയ്ക്ക് അവരെഴുതിയ എഴുത്ത് പുസ്തകം, അവരെഴുതിയ കഥകളുടെയൊക്കെ പുസ്തകം, കവിതകളുടെയൊക്കെ പുസ്തകമാണ് ഈ തിരയുന്നത്. അത് കിട്ടുന്നില്ല. വേറൊരു ബുക്ക് വൃദ്ധ എടുക്കുകയാണ്. എന്നിട്ട് തൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, ആദ്യത്തെ കഥ താൻ എഴുതുന്ന സമയത്ത് ഇവിടുള്ള ആള് ജയിലിലാണ്. ഇവിടുള്ള ആള് എന്ന് പറയുന്നത് ഭർത്താവിനെയാണ്. പെൺകുട്ടി അസഹ്യതയോടെ എഴുന്നേറ്റ് ജനലിൻ്റെ അടുത്തേക്ക് മാറി നിന്നു. പുറത്തു നല്ല ശക്തിയായ കാറ്റ്. പെൺകുട്ടിയുടെ മുടി കാറ്റത്തിളകി. വൃദ്ധയുടെ പേരക്കുട്ടിയുടെ ഭാര്യയാണ് കുട്ടി എന്ന് സൂചനയുണ്ട്, നമുക്കറിയാം. ഈ പെൺകുട്ടിക്കും വൃദ്ധയ്ക്കും ഈ കഥയിൽ പേരില്ല എന്ന് കൂടി ഓർക്കണം. പേര് പറയുന്നില്ല പ്രത്യേകിച്ച്. അപ്പോൾ പെൺകുട്ടിയുടെ മുടി കാറ്റത്തിളകുന്നു. പെൺകുട്ടി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ സീമന്തരേഖയിൽ ചാർത്തിയിരുന്ന പെൺകുട്ടിയുടെ ആ സിന്ദൂരമുണ്ടല്ലോ, ആ സിന്ദൂരം ഈ കാറ്റൊക്കെ കൂടെ വന്നിട്ട് ഈ നേരത്തെ വിയർപ്പുണ്ടായിരുന്നു, ആ വിയർപ്പിൽ കുതിർന്നിട്ട് അത് മെല്ലെ ആ സിന്ദൂരത്തിൻ്റെ ഒരു തുള്ളി താഴെ വീഴുന്നുണ്ട്. വൃദ്ധ വീണ്ടും സംസാരിക്കുകയാണ്. ഇവിടുത്തെ അമ്മയ്ക്ക് എഴുത്തും വായനയും ഒന്നും ഇഷ്ടമല്ല, ഭർത്താവിൻ്റെ അമ്മയ്ക്ക്. അതുകൊണ്ട് തറവാട്ടിലേക്ക് യാതൊരു പ്രയോജനവുമില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. സമ്മേളനത്തിൽ കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. തന്നെ തൻ്റെ ഭർത്താവ് സമ്മേളനത്തിൽ വെച്ചാണ് കണ്ടത്. ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് അമ്മയെല്ലാം വലിയ ബഹളമായിരുന്നു. എന്തിനാ പെൺകുട്ടികൾ പാട്ടും കഥയും കവിതയൊക്കെ എഴുതുന്നത്? അമ്മ പറയുമായിരുന്നു, ഭർത്താവിൻ്റെ അമ്മ, അമ്മായിയമ്മ, പെണ്ണായാൽ ചോറും കറിയും വെക്കാൻ പഠിച്ചാൽ പോരെ. അവർ വീണ്ടും പുസ്തകത്താളുകൾ മറിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ മകൻ രാമൻകുട്ടിക്ക് പേരിട്ടത് ഇവിടുത്തെ ആളാണ്. വൃദ്ധ പറയാം, തൻ്റെ മകൻ രാമൻകുട്ടിക്ക്. വൃദ്ധയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു. രാമൻകുട്ടിക്ക് പേരിട്ടത് ഇവിടുത്തെ ആളാണ്. പക്ഷെ വൃദ്ധയുടെ താല്പര്യം രവീന്ദ്രനാഥ് എന്നിടാനായിരുന്നു. ഇവിടുത്തെ ആളുടെ ഇഷ്ടം പോലെയാകട്ടെ എന്ന് കരുതി രാമൻകുട്ടി എന്ന് പേരിട്ടു. ഏത് പേരിട്ടാലും എൻ്റെ മോൻ തന്നെയല്ലേ. എന്നിട്ട് രാമൻകുട്ടിയോട് പറഞ്ഞു, നിനക്ക് കുട്ടികളുണ്ടാകുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ രവീന്ദ്രനാഥ് എന്നും പെൺകുട്ടിയാണെങ്കിൽ മൃണാളിനി എന്നും പേരിടണം. വൃദ്ധയുടെ താല്പര്യമാണത്. രവീന്ദ്രനാഥ് ടാഗോറാണ്. ടാഗോറിൻ്റെ ഭാര്യയുടെ പേരാണ് മൃണാളിനി. അപ്പോൾ പെൺകുട്ടിക്ക് വൃദ്ധയോട് അല്പം അടുപ്പം തോന്നി തുടങ്ങി ഇത് കേട്ടപ്പോൾ. ആദ്യത്തെ കഥ വൃദ്ധ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ പോയ ഒരു സ്ത്രീയെക്കുറിച്ച് ഉള്ള കഥയായിരുന്നു. ഇതാണ് ആദ്യത്തെ കഥ. വൃദ്ധ വേറെ നോട്ട് ബുക്ക് എടുത്തു, നിവർത്തി. ഇത് ഇവിടെയുള്ള ആളെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചു. പക്ഷേ അദ്ദേഹം ജയിലിലായിരുന്നു എഴുതിയപ്പോൾ. അദ്ദേഹം ജയിലിൽ നിന്ന് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ താൻ ഒരു കഥ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പെൺകുട്ടി ആകാംക്ഷയോടെ നോക്കുകയാണ് വൃദ്ധയെ. അപ്പോൾ വൃദ്ധയുടെ മുഖം മങ്ങി. അയാൾ ശ്രദ്ധിച്ചില്ല.
അയാൾ ശ്രദ്ധിച്ചില്ല, ഭർത്താവ്. ഇനി രണ്ടാമത്തെ കഥ എഴുതിയപ്പോൾ അപ്പോൾ ഇദ്ദേഹം ജയിലിൽ നിന്നൊക്കെ മാറി ഡൽഹിയിലെത്തി, MP ആയി മാറി, മെമ്പർ ഓഫ് പാർലമെന്റ്. തനിക്ക് ഡൽഹി കാണാൻ വലിയ കൊതിയായിരുന്നു. ഒരു മധ്യവേനലവധിക്ക് അമ്മയെയും കുട്ടികളെയും കൊണ്ട് ഡൽഹിയിലേക്ക് പോയി. പശുവിനെ നോക്കാനും അസ്ഥിത്തറയിൽ തിരികൊളുത്താനുമായി ഇവിടുത്തെ അമ്മ തന്നെ ഇവിടെ നിർത്തി. ഇതാണ് ഡൽഹി കാണാനായിട്ട് രണ്ടാമത്തെ കഥ എഴുതിയപ്പോൾ ഇവിടുത്തെ ആൾ ഡൽഹിയിലായിരുന്നു. ഡൽഹി കാണാനായിട്ട് എല്ലാവരെയും കൊണ്ടുപോയി, അമ്മയെയും കുട്ടികളെയും എല്ലാം കൊണ്ടുപോയി. പക്ഷെ തന്നെ ഇവിടെ നിർത്തി. തനിക്ക് വലിയ കൊതിയായിരുന്നു, പക്ഷെ തന്നെ കൊണ്ടുപോയില്ല. പശുവിനെ നോക്കാനും അസ്ഥിത്തറയിൽ തിരികൊളുത്താനും ആരെങ്കിലും വേണ്ടേ എന്ന് അമ്മായിയമ്മ പറഞ്ഞു. അങ്ങനെ താൻ ഇവിടെ നിന്നു. പെൺകുട്ടിയുടെ നേരെ നോക്കി വൃദ്ധ പറഞ്ഞു, അന്ന് എഴുതിയതാണ് രണ്ടാമത്തെ കഥ. അതാ പെൺകുട്ടിക്ക് ആദ്യത്തെ ആ ഈർഷ്യയും വെറുപ്പും മടുപ്പുമെല്ലാം മാറിയിട്ട് പതുക്കനെ വൃദ്ധ പറയുന്നത് കേൾക്കാൻ ആകാംക്ഷയായി. രണ്ടാമത്തെ കഥ എന്താണ്? ഒരു സാഹിത്യകാരി കഥകൾ എഴുതി. ഇതാണ് കഥ. ഒരു സാഹിത്യകാരി കഥകൾ എഴുതിയിട്ട് അവളുടെ ആണുങ്ങളുടെ കള്ളപ്പേരിൽ പത്രമാസികൾക്ക് അയക്കുന്നു. കഥയ്ക്ക് സമ്മാനം ലഭിച്ചു. അപ്പോൾ ആളുകൾ ആ സാഹിത്യകാരിയുടെ വീട്ടിലെത്തി. ഇതിൻ്റെ വിവരമറിഞ്ഞ അവളുടെ ഭർത്താവ് പറഞ്ഞു, ആ കഥകളൊക്കെ ഞാനാണ് എഴുതിയതെന്ന്. വൃദ്ധ കൃത്രിമമായി ചിരിച്ചു. വൃദ്ധ മറ്റൊരു ബുക്ക് എടുക്കാൻ തുടങ്ങിയപ്പോൾ, രണ്ടാമത്തെ കഥ ഇതാണ്, ഒരു സാഹിത്യകാരിയുടെ എഴുത്തിനെ പറ്റിയാണ്. അവൾ കള്ളപ്പേരിൽ ആണുങ്ങളുടെ പേരിൽ എഴുതി. അവസാനം അതിന് സമ്മാനം ലഭിച്ചു. സമ്മാനം ലഭിച്ചപ്പോൾ ആളുകൾ വീട്ടിലെത്തിയപ്പോഴേക്ക് ആ സാഹിത്യകാരിയുടെ ഭർത്താവ് പറഞ്ഞു, ഞാനാണ് ഈ കഥയെല്ലാം എഴുതിയതെന്ന്. അപ്പം വൃദ്ധ വീണ്ടും ബുക്കെടുക്കുകയാണ്. രണ്ടാമത്തെ കഥ കഴിഞ്ഞിട്ട് വീണ്ടും ബുക്കെടുക്കാൻ നോക്കിയപ്പോഴാണ് അവിടുത്തെ ജോലിക്കാരിയായ പത്മാക്ഷി മുറിയിലേക്ക് കയറി വന്നിട്ട് പരിഹാസത്തോടെ ചോദിച്ചു, വല്യമ്മേ, പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങിയോ? അവൾ വൃദ്ധയ്ക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുവന്നതായിരുന്നു. ഭക്ഷണം കഴിച്ചു. അതിനുശേഷം പത്മാക്ഷി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഗുളിക കൊടുത്തു. ആ ഗുളിക കഴിച്ച് വൃദ്ധ കട്ടിലിൽ കിടക്കുന്നു. ഇതാണ്. പെൺകുട്ടിക്ക് ഇനിയും കഥ കേൾക്കണമെന്നുണ്ട്. 2 കഥ അറിഞ്ഞു. ഇനിയും ആകാംക്ഷയുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ പഴയ ഒരു ബുക്കുണ്ടായിരുന്നു. ഓർമ്മ പോയതിൽ പിന്നെ അത് തപ്പി നടക്കുക, പത്മാക്ഷി പറഞ്ഞു. ആ ബുക്കൊന്നും ഇപ്പം ഇല്ല. പഴയൊരു ബുക്കെന്ന് പറയുന്നത് അവരുടെ ജീവിതം തന്നെയാണ്, അവരുടെ എഴുത്താണ്, അവരുടെ കഥകളാണ്. അത് തപ്പി ഇങ്ങനെ നടക്കുക, പത്മാക്ഷി പെൺകുട്ടിയോട് പറഞ്ഞു. എല്ലായിടവും ഈ ബുക്ക് തിരയുന്നത് കണ്ടിട്ട് പഴയ കുറേ ബുക്കെടുത്ത് ഇവിടെ വെച്ചതാണ്, മോനും കൊച്ചുമോനും ഒക്കെ. അത് ഓരോന്നും തിരഞ്ഞുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കണ്ട, മോള് പോന്നോളൂ, വല്യമ്മ ഇനി 5 മണി വരെ ഉറങ്ങും. പത്മാക്ഷി പുറത്തേക്ക് പോയി. എങ്കിലും പെൺകുട്ടിക്ക് 3ാമത്തെ കഥ അറിയാനുള്ള ആകാംക്ഷ. വൃദ്ധയുടെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങുന്നു. മരുന്ന് കഴിച്ചതാണ്. ആ കണ്ണുകൾ വലിച്ചു തുറന്ന് വൃദ്ധ പെട്ടെന്ന് പെൺകുട്ടിയെ ഒന്ന് നോക്കുന്നു. കഥ അവസാനിക്കുകയാണ്. ക്രൂരമായി ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, 3ാമത്തെ കഥ ദുർമരണം. അവൾക്കൊന്നും മനസ്സിലായില്ല. വൃദ്ധ കഴുത്തിലെ വയലറ്റ് ഞരമ്പ് തൊട്ട് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, കുരുക്കിടുമ്പോൾ കഴുത്തിൽ ഈ ഞരമ്പിൽ വീഴണം, ഞരമ്പ് തെറ്റരുത്. അവർ കണ്ണുകൾ അടച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു, തെറ്റിയാൽ ഓർമ്മ പോകും. കാരണം ഇത് ഓർമ്മയുടെ ഞരമ്പാണ്. ഓർമ്മയുടെ ഞരമ്പ് തെറ്റാതെ കുരുക്കിടണം. പെൺകുട്ടിക്ക് ആകെ ഭയമായി. വൃദ്ധ പിന്നീടൊന്നും പറഞ്ഞില്ല, ഉറങ്ങി. അവസാനം ദുർമരണം എന്നുള്ള കഥയാണ്. ആ കഥയുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് പറഞ്ഞു, അത് കഴുത്ത് കാണിച്ചിട്ട് കഴുത്തിലെ ഈ ഞരമ്പ്, ആ ഞരമ്പിൽ തന്നെ കുരുക്കിടണം, എങ്കിൽ മാത്രമേ
ഞരമ്പ് തെറ്റാൻ പാടില്ല, ഓർമ്മയുടെ ഞരമ്പാണത് എന്ന് പറഞ്ഞ വൃദ്ധ ഉറക്കത്തിലേക്ക് പോയി. പെൺകുട്ടിക്കാകെ ഭയമാകുന്നു, വല്ലാതെ ഭയമാകുന്നു. ഈ ഭാഗമൊക്കെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അത് കഥയുടെ അപഗ്രഥനം അടുത്ത കഥാസ്വാദനത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ നടത്തും. പെൺകുട്ടിക്ക് ഭയമാകുന്നു. വൃദ്ധ പിന്നീട് ഒന്നും പറയുന്നില്ല. രാത്രി ഏറെ വൈകിയാണ് പെൺകുട്ടിയുടെ ഭർത്താവായ ശ്രീജിത്ത് വന്നത്. അപ്പോൾ പെൺകുട്ടി കണ്ണാടിക്ക് മുമ്പിൽ കഴുത്ത് നീട്ടി നിന്ന് എന്തോ പരിശോധിക്കുന്നത് കണ്ടു. ശ്രീജിത്ത് വന്നതൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല പെൺകുട്ടി. എന്താണ് നോക്കുന്നത് എന്നയാൾ ചോദിച്ചു. ഒരു ഞരമ്പ്, ഓർമ്മയുടെ ഞരമ്പ്, അവൾ വേവലാതിയോടെ പറഞ്ഞു. ആ വൃദ്ധയുടെ കഴുത്തിലുണ്ടായിരുന്ന ഞരമ്പ് തൻ്റെ കഴുത്തിലുമുണ്ട് എന്ന് പെൺകുട്ടി കണ്ടെത്തുന്നിടത്ത് ഈ കഥ അവസാനിക്കുകയാണ്. ഇതാണ് ഈ കഥയുടെ സംഗ്രഹം എന്ന രീതിയിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഈ കഥയുടെ ആസ്വാദനത്തിലേക്ക്, ഈ കഥയിൽ എന്താണ് കെ.ആർ. മീര ഈ കഥയിലൂടെ നമ്മളോട് പറയാൻ ശ്രമിച്ചത് എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഇത് നോവലല്ല, ചെറുകഥയാണ്. നമുക്കറിയാം, നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിലും നിരവധി ചെറുകഥകൾ പഠിച്ചിട്ടുണ്ട്. ലളിതാംബിക അന്തർജനത്തിൻ്റെ അടക്കം ഉള്ള ചെറുകഥകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്കൂൾ ക്ലാസ്സുകളിൽ ആവട്ടെ. ഈ ചെറുകഥയിൽ ഒരുപാട് സംഭവങ്ങൾ അവതരിപ്പിക്കുമോ? ആലോചിക്കുക നിങ്ങൾ. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുമോ? ഉണ്ടാവില്ല. ഒരുപാട് സംഭവങ്ങൾ തുടർച്ചയായി അവതരിപ്പിക്കപ്പെടുന്ന അതിനെ നമ്മൾ നോവൽ എന്നാണ് പറയുക. അപ്പം ചെറുകഥയ്ക്ക് ധാരാളിത്തമില്ല, ധാരാളിത്തത്തിൻ്റെ കഥയല്ല. നേരെ മറിച്ച് വളരെ ചുരുങ്ങിയ കാലമാണ് പലപ്പോഴും ഈ ചെറുകഥയിൽ കടന്നു വരിക. വലിയ കാലം കടന്നു വന്നാൽ പോലും അതൊക്കെ ചുരുക്കി അവതരിപ്പിക്കുന്ന രീതി ആണ് ചെറുകഥയിലുള്ളത്. ഇവിടെ നോക്കൂ, ഇവിടെ രണ്ട് കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് വൃദ്ധയും മറ്റൊന്ന് പെൺകുട്ടിയും. ഈ രണ്ട് കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്, രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഈ കഥയിൽ നോക്കൂ, പുരുഷ കഥാപാത്രങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. ചില സൂചനകളിലൂടെ കടന്നു വരുന്ന പുരുഷ കഥാപാത്രങ്ങൾ ഉണ്ട് എന്നതിനപ്പുറം ഈ കഥയെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണ്. കഥയിൽ കടന്നു വരുന്നത് പോലും പത്മാക്ഷി എന്ന മറ്റൊരു സ്ത്രീ കഥാപാത്രമാണ്. പുരുഷ കഥാപാത്രം സൂചനകളായി വരുന്നുണ്ട്. പെൺകുട്ടിയുടെ ഭർത്താവായിട്ടും വൃദ്ധയുടെ ഭർത്താവ് എന്ന നിലയിലൊക്കെ പുരുഷ കഥാപാത്രങ്ങൾ പറഞ്ഞു പോകുന്ന കഥാപാത്രങ്ങളാണ്. കഥയ്ക്കകത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ സ്ത്രീ കഥാപാത്രങ്ങളാണ്. അപ്പോൾ സ്ത്രീയുടെ ജീവിതമാണ് ഈ കഥ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരം എഴുത്തിനെ നമ്മൾ പറയുക സ്ത്രീയുടെ ജീവിതം ആവിഷ്കരിക്കുന്നു എന്ന് മാത്രമല്ല, സ്ത്രീയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സ്ത്രീയുടെ ജീവിതം ആവിഷ്കരിക്കുന്നു. സ്ത്രീ എപ്പോഴും അടിമഭാവം ചരിത്രപരമായി ഉള്ള ഒരു ജനതയാണ് സ്ത്രീകൾ. ശരിക്കും മനുഷ്യൻ എന്ന നിലയിൽ സ്ത്രീയും പുരുഷനും ഒരേ നിലവാരത്തിലുള്ള സ്വാതന്ത്ര്യബോധം ഉണ്ടാവേണ്ടവരാണ്. ഒരേ നിലവാരത്തിൽ സ്വാതന്ത്ര്യം ലഭ്യമാവേണ്ടവരുമാണ്. പക്ഷേ നമുക്ക് ചരിത്രം നോക്കിയാൽ അറിയാം, പുരുഷൻ എപ്പോഴും ആധിപത്യത്തിലാവുന്നു. ഇത് നമ്മൾ ജീവിക്കുന്ന വ്യവസ്ഥയുടെ ഏറ്റവും വലിയ അഭംഗിയാണ്, അപകടമാണ്. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരുപോലെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ സ്ത്രീക്കും പുരുഷനും സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ എന്ന കാര്യം അറിയാതെ പോകുന്നത് ആദ്യം പുരുഷനാണ്, രണ്ടാമത് സ്ത്രീയുമാണ്. പുരുഷന് ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല. പുരുഷൻ അവൻ്റെ ആധിപത്യത്തിന് കീഴിൽ സ്ത്രീയെ വെച്ചുള്ള ഒരു തരം വൃത്തികെട്ട ജീവിതമാണ് ഈ
ഭൂമിയാകമാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യ ബോധം പ്രകാശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർ അവരുടെ ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ചുവടുമാറ്റി ചവിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് അത്തരം ഒരു കഥയാണ്. അതുകൊണ്ടാണ് സ്ത്രീയുടെ വീക്ഷണത്തിലൂടെയാണ് ഈ കഥ ആവിഷ്കരിക്കപ്പെടുന്നത്. സ്ത്രീ അനുഭവിച്ച വൈഷമ്യങ്ങൾ, സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിനെ നേരിടേണ്ടതിൻ്റെ ആവശ്യകത, ഇതെല്ലാം ഈ കഥയിലുണ്ടെന്ന് ഈ കഥ വായിച്ച നിങ്ങൾക്കറിയാം. അതാണ് ഞാൻ പെൺപക്ഷത്ത് നിന്നുകൊണ്ടാണ് ഈ കഥ രചിച്ചിരിക്കുന്നത്. അതായത് പെൺ എഴുത്ത്, ഫെമിനിൻ റൈറ്റിംഗ് എന്നാണ് അതിന് പറയുക. പെണ്ണെഴുത്ത്, പെണ്ണിൻ്റെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ടുള്ള, പെണ്ണിൻ്റെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തെ സമീപിക്കുന്ന, സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കൂടി ഗൗരവകരമായി കാണുന്ന എഴുത്താണ് ഈ എഴുത്ത്. നോക്കൂ, ഈ വൃദ്ധയുടെ ശബ്ദത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് കഥയുടെ ആരംഭം. കഥ വായിച്ചവർ എന്ന നിലയിൽ നിങ്ങൾക്കറിയാം. അതായത് തുരുമ്പ് പിടിച്ച വിജാഗിരികൾ ഇളകുന്നത് പോലെയാണ് അവരുടെ ശബ്ദം. തുരുമ്പ് പിടിച്ച വിജാഗിരികൾ വരുന്നത് എവിടെയാണ്? വാതിലുകൾക്ക് എന്ത് വരുമ്പോഴാണ്? വാതിലുകൾ തുറക്കാതെ ഇരിക്കുമ്പോഴാണ്. ദീർഘകാലം തുറക്കാതെ കിടന്ന വാതിലുകൾ എന്തായിരിക്കും അത്? അതിളകുന്നത് പോലെയാണ്. ആ വിജാഗിരി ശബ്ദം പോലെയാണ് വൃദ്ധയുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ ദീർഘകാലമായി തുറക്കാതെ കിടന്ന വാതിലുകൾ. തുറക്കുന്ന വാതിൽ ആണോ തുറക്കാത്ത വാതിലാണോ സ്വാതന്ത്ര്യം? തുറക്കുന്ന വാതിലാണ്. ഇവിടെ തുറന്നിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ വൃദ്ധ അനുഭവിച്ച സ്വാതന്ത്ര്യമാണോ അസ്വാതന്ത്ര്യമാണോ ഇവിടെ സൂചിപ്പിക്കുന്നത്? അസ്വാതന്ത്ര്യം. അതാണ് സൂചിപ്പിക്കുന്നത്. ആ സൂചന തന്നുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. വൃദ്ധ തൻ്റെ ജീവിതകാലം അസകലം ഇപ്പോൾ വൃദ്ധ തൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ എക്സ്പ്രഷൻ, ആവിഷ്കാരം അവരെഴുതിയ കഥകൾ എഴുതിയ ബുക്കായിരുന്നു. അതിപ്പോൾ ഉണ്ടോ? അതെവിടെയോ പോയി. അത് തന്നെ പോയി. പിന്നീട് അവരുടെ ജീവിതം മുഴുവൻ അവർ അനുഭവിച്ച സ്വാതന്ത്ര്യമല്ല അസ്വാതന്ത്ര്യങ്ങളുണ്ട്. അത് കഥയിൽ ഇനി കടന്നു വരുന്നുണ്ട്. അത് സൂചിപ്പിക്കുകയാണ്. അതാണ് തുറക്കാത്ത വാതിലായിട്ട് വൃദ്ധയെ അവതരിപ്പിക്കുന്നു, അസ്വാതന്ത്ര്യമായിട്ട് വൃദ്ധയെ അവതരിപ്പിക്കുന്നു. പിന്നീട് നോക്കൂ, വൃദ്ധയുടെ കഴുത്തിനെ പറ്റി പറയുന്നു. ചുക്കിച്ചുളിഞ്ഞ കഴുത്താണ്. അപ്പം ശബ്ദമാകട്ടെ കഴുത്താകട്ടെ ഇതൊന്നും അടുത്തിരിക്കുന്ന പെൺകുട്ടിക്ക് താല്പര്യമുണർത്തുന്നുണ്ടോ? ഇല്ല. പിന്നെന്താണ്? മടുപ്പാണ് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നത്. ഇത് മാത്രമല്ല, അവൾക്ക് വൃദ്ധയുടെ തലയോട്ടി, വൃദ്ധയുടെ നരച്ച മുടി, ഇതൊന്നും സഹിക്കാനാവുന്നില്ല. ആകെ ഇഷ്ടമാകുന്നത് വൃദ്ധയുടെ ആ കഴുത്തിലെ വയലറ്റ് ഞരമ്പാണ്. ഇത് നേരത്തെ പറഞ്ഞു, ഇത് ഓർമ്മയുടെ ഞരമ്പാണ്, ഓർമ്മയുടെ പ്രതീകമാണ്, പഴയ കാലത്തിൻ്റെ ഓർമ്മയാണ് ആ ഞരമ്പ്. പക്ഷെ ഇപ്പം വൃദ്ധ എല്ലാം മറന്നു തുടങ്ങിയിരിക്കുന്നു. തൻ്റെ നോട്ട്ബുക്ക്, പഴയ കഥ എഴുതിയ നോട്ട്ബുക്കാണെന്ന് പറഞ്ഞ് ഓരോരോ നോട്ട്ബുക്ക് എടുത്ത് നടക്കുകയാണ് വൃദ്ധ. ഒരുതരം മറവിരോഗത്തിൻ്റെ അവസ്ഥയിലാണ് വൃദ്ധ. പെൺകുട്ടിയോട് എഴുതുമോ എന്ന് ചോദിക്കുന്നിടത്തുനിന്നാണ് കഥ ആരംഭിക്കുന്നത്. പെൺകുട്ടി ഈ ചോദ്യത്തിനോട് പ്രതികരിക്കുന്നതേയില്ല. ആദ്യമേ പറഞ്ഞു, ഒരുതരം മടുപ്പാണ് ഇവരെ കാണുന്നത് തന്നെ. എന്നിട്ട് പെൺകുട്ടി ശ്രദ്ധിക്കുന്നില്ലെങ്കിലും വൃദ്ധ എന്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു? വൃദ്ധ തൻ്റെ ഓർമ്മകൾ, തൻ്റെ പഴയ കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം, വള്ളത്തോൾ വന്നത്
കഥ വായിച്ചവർക്കറിയാം അതിൻ്റെ വിശദാംശങ്ങൾ. ഞാനിപ്പോൾ പറയുകയും ചെയ്യും. ഇതെല്ലാം വൃദ്ധ പറയുകയാണ്. പെൺകുട്ടി ഇതുവല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്നും ശ്രദ്ധിക്കുന്നതേയില്ല. പഴഞ്ചൻ വർത്തമാനങ്ങളായിട്ടാണ് പെൺകുട്ടിക്ക് തോന്നിയത് ഇതെല്ലാം. അവസാനം വൃദ്ധ ശ്രദ്ധിക്കേണ്ടത് സ്വാതന്ത്ര്യം എന്ന വാക്ക് പറയുന്നുണ്ട്. ആ സമയത്ത് കെ.ആർ. മീര പറയുന്നത് വൃദ്ധയുടെ വെപ്പുപല്ലുണ്ടല്ലോ, വെപ്പുപല്ല് സെറ്റ്, അത് പുറത്തേക്ക് ഉന്തി വന്നു എന്നാണ്. കാരണം ആ വാക്ക് പറഞ്ഞപ്പം പല്ലിങ്ങനെ ഉന്തി വന്നു. ആ വാക്ക് പറയാൻ പ്രാപ്തയല്ല വൃദ്ധ. കാരണം ആ വാക്ക് വൃദ്ധയുടെ ജീവിതത്തിൽ വൃദ്ധ അനുഭവിച്ചിട്ടേയില്ല. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടേയില്ല. അതുകൊണ്ടാണ് സ്വതന്ത്രമായി ആ വാക്ക് പറയാൻ പറ്റിയില്ല. ആ വാക്ക് പറഞ്ഞപ്പോഴേക്ക് പല്ല് സെറ്റ് പുറത്തേക്ക് ഉന്തി വന്നു. വൃദ്ധ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടേയില്ല എന്നതിൻ്റെ സൂചനയാണത്. വൃദ്ധയുടെ ബാല്യം പക്ഷേ സ്വാതന്ത്ര്യ സമരകാലമായിരുന്നു. അത് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. ഈ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി തൻ്റെ ചുരിദാറിൻ്റെ ഷാൾ എടുത്തിട്ട് വെറുതെ ചുറ്റി നിൽക്കുന്നുണ്ട്. അസ്വസ്ഥതയാണ് അവൾക്ക്. അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണുള്ള അങ്ങനെ. വൃദ്ധയുടെ ഓർമ്മകൾ, വൃദ്ധയുടെ ചിന്തകൾ, ഇതിലൂടെ കഥ പിന്നീട് വളരുകയാണ്. ഒരിക്കലും വ്യക്തിപരമായ ഓർമ്മകളല്ല ഇവിടെ വൃദ്ധയുടേത്. പലതും ഒരു ദേശത്തിലെ അവഗണിക്കപ്പെട്ട സ്ത്രീ, അവളുടെ ജീവിതമാണ് അവതരിപ്പിക്കുന്നത്. ഒപ്പം തന്നെ സ്വാതന്ത്ര്യ സമരകാലത്തെ നമ്മുടെ നാട്, ഇതൊക്കെയാണ്. മഹാകവി വള്ളത്തോളിൻ്റെ അരികിൽ കവിത ചൊല്ലുന്നത്, കവി അനുഗ്രഹിക്കുന്നത്, ഇതൊക്കെയാണ് വൃദ്ധ പറയുന്നത്. ആ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലമാണ് വൃദ്ധ അവതരിപ്പിക്കുന്നത്, തൻ്റെ ഓർമ്മകളിലൂടെ പറയുന്നത്. അല്ലാതെ തൻ്റെ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളല്ല കൂടുതലും പറയുക. മഹാകവി വന്നത്, മഹാകവിയുടെ അരികിൽ നിന്നത്, കവിത ചൊല്ലിയത്, മഹാകവി തലയിൽ കൈവച്ചനുഗ്രഹിച്ചത്. കവിതയിലെ സൗരഭ്യം എന്ന വാക്ക് പറഞ്ഞപ്പോഴും ഈ വെപ്പുപല്ല് സെറ്റുന്തി പുറത്തേക്ക് വന്നു. സ്വാതന്ത്ര്യം ഇല്ലാത്തതുപോലെ ഒട്ടും സൗരഭ്യവും സൗരഭ്യം മണം, ഒരു ഭംഗിയുള്ള മണവുമില്ലാത്ത ജീവിതമാണ് വൃദ്ധയുടേത്. അവർ പറയുന്ന ഈ വാക്കുകളിൽ സ്വാതന്ത്ര്യം, സൗരഭ്യം, ഈ വാക്കുകളൊന്നും അനുഭവമായിട്ട് അവരോടൊപ്പമില്ല. അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതം അത്രമാത്രം പരുഷമായിരുന്നു. ഒട്ടും സ്വാതന്ത്ര്യബോധമില്ലാത്ത, ഒട്ടും ഭംഗിയില്ലാത്ത, അതാ മണമില്ലാത്ത ജീവിതമായിരുന്നു അവരുടേത്. പക്ഷേ ഈ സന്ദർഭത്തിലൊന്നും പെൺകുട്ടി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള, അവർ പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ ഈ മുടിയിൽ വെറുപ്പോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടി ആദ്യം വൃദ്ധയെ ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് സത്യം. അവൾക്ക് ആദ്യം ഇഷ്ടപ്പെടുന്ന ഒറ്റ കാര്യം വായുസഞ്ചാരമുള്ള ആ മുറി അവൾക്ക് ഇഷ്ടമായിരുന്നു. അവളുടെ ആ സ്വാതന്ത്ര്യദാഹം ഉള്ള പെൺകുട്ടിയായതുകൊണ്ടായിരിക്കാം അതുണ്ടായിരുന്നു അവൾക്ക്. അതുകൊണ്ടാണ് സമ്മേളനത്തിൽ വെച്ച് കണ്ടിട്ടാണ് ഭർത്താവ് തന്നെ വിവാഹം ചെയ്തത് എന്ന് വൃദ്ധ ഓർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് ഭർത്താവിന് തന്നോടുണ്ടായിരുന്ന സമീപനം അടിച്ചു വാരിയിടാനും അടുക്കി വയ്ക്കാനും, ഇതാണ് താൻ വീട്ടിൽ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രധാനമായും വേണ്ടിയിരുന്നത് എന്നായിരുന്നു ഭർത്താവിൻ്റെ ധാരണ. ഒന്ന് അടിച്ചു വാരിയിടാനും, മറ്റൊന്നെല്ലാം അടുക്കി വയ്ക്കാനും. ഒരു യന്ത്രത്തെ പോലെ സ്ത്രീയെ കാണുന്ന ഏതാധിപത്യമാണത്? പുരുഷാധിപത്യം. അത് തന്നെയായിരുന്നു ഈ ഭർത്താവ്. ഒരടിമയെ പോലെയാണ് അയാൾ വൃദ്ധയെ കണ്ടിരുന്നത് എന്നർത്ഥം. അടിച്ചു വാരിയിടാനും അടുക്കി വയ്ക്കാനും. നോക്കൂ, ആ പുരുഷാധിപത്യത്തെ, ആ പുരുഷാധിപത്യ രീതിയെ വൃദ്ധ നമ്മുടെ മുന്നിൽ ആവിഷ്കരിച്ചു തരുന്നുണ്ട്. അടിമയെ പോലെയാണ് തന്നെ അദ്ദേഹം കണ്ടിരുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇവിടെയൊക്കെ സ്ത്രീയുടെ പക്ഷം ചേർന്ന് നിൽക്കുകയാണ് എഴുത്തുകാരി എന്ന് നമുക്ക് കാണാം. വൃദ്ധയും എഴുത്തുകാരിയാണ്. അതാണ് ഈ കഥയ്ക്കകത്തുള്ള കഥാപാത്രമായി വൃദ്ധയും എഴുത്തുകാരിയാണ്. തൻ്റെ ആദ്യത്തെ കഥ എഴുതുന്ന നേരം ഭർത്താവ് ജയിലിലായിരുന്നു. ശ്രദ്ധിക്കുക, കഥ എന്ന വാക്ക് ആദ്യം പറയുമ്പോഴും
വെപ്പുവെല്ല് സെറ്റ് ഇളകി. അതായത് തൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതുപോലെ, സൗരഭ്യം നഷ്ടപ്പെട്ടതുപോലെ, താൻ എഴുതിയ കഥകളുമെല്ലാം നഷ്ടപ്പെട്ടു. ശരിക്കും നഷ്ടപ്പെട്ടു. ഒപ്പം തന്നെ കഥകളെയൊന്നും ആരും അംഗീകരിച്ചില്ല. അതാണ്. അപ്പം സ്വാതന്ത്ര്യമില്ലായ്മയുടെ സൂചന തന്നെയാണിത്. അപ്പോൾ ആദ്യത്തെ കഥ പറയുന്നതിന് മുമ്പ് ഈ സമയത്താണ് പെൺകുട്ടിയുടെ സീമന്തരേഖയിൽ ഉണ്ടായിരുന്ന സിന്ദൂരം പെൺകുട്ടി ജനലരികിൽ പോയി നിന്നപ്പം വിയർപ്പിൽ കുതിർന്ന് താഴെ വീണു എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു ഒരു പ്രധാന സംഭവമാണ് ഈ കഥയിൽ. കാരണം ഈ സീമന്തരേഖയിലെ സിന്ദൂരം എന്ന് പറയുന്നത് കല്യാണത്തിൻ്റെ സിമ്പലാണ്, വിവാഹം. അപ്പോൾ ആ സിന്ദൂരമാണ് കുതിർന്ന് ഒരു തുള്ളി രക്തത്തുള്ളി പോലെ താഴെ വീണു എന്ന് പറയുന്നത്. ഈ കല്യാണം എന്ന് പറയുന്നത് അപകടകരമാണ്, അത് കുരുക്കാണ് പെണ്ണുങ്ങൾക്ക് എന്നൊരു സൂചന, കുരുക്ക് കൂടിയാണ് പെണ്ണുങ്ങൾക്ക് എന്ന് കൂടിയുള്ള ഒരു സൂചനയുണ്ട് ഇവിടെ. കാരണം കല്യാണത്തിനകത്ത് സ്ത്രീക്കൊരു രണ്ടാംകിട അവസ്ഥ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട് എന്ന് കൂടിയുണ്ട്. ഈ കഥയുടെ അവസാനം അങ്ങനെ പ്രയോഗമുണ്ട്. അർഹിക്കുന്ന ആദരവോടെ യജമാനൻ ആയിട്ടാണ് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ അവതരിപ്പിക്കുന്നത്. പെൺകുട്ടിയുടെയും പെൺകുട്ടിയും ഭർത്താവും വിവാഹം കഴിച്ച് സൗഹൃദത്തിൽ സുഹൃത്തുക്കളെ പോലെയല്ല കഴിഞ്ഞിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തെ യജമാനനായിട്ട് ആവിഷ്കരിക്കുന്നു. ഒരാൾ യജമാനാണെങ്കിൽ മറ്റേയാൾ അടിമയാണ്, ഉറപ്പാണ്. അങ്ങനെ ഈ നിലനിൽക്കുന്ന വിവാഹ സങ്കല്പത്തിൽ അങ്ങനെ ഒന്നുള്ള ഒരു അപകടമുണ്ട്. ആ അപകടത്തെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹം ശരിക്കും രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ളതാവണം, സുഹൃത്തുക്കളെ പോലെ പെരുമാറണം സ്ത്രീയും പുരുഷനും എന്ന കാര്യം അവിടെ ആവിഷ്കരിക്കുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആ സിന്ദൂരം എങ്ങനെ ഭംഗിയായിട്ടിരിക്കുകയായിരുന്നില്ല, ആ സിന്ദൂരം എങ്ങനെ കുതിർന്ന് താഴെ വീണു എന്ന് അത് പ്രതീകാത്മകമായി അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. വൃദ്ധ താൻ എഴുതിയ കഥ, ആദ്യത്തെ കഥ എന്നുള്ള വാക്ക് പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കഥ പറയുന്നതിന് മുമ്പാണ് പെൺകുട്ടിയിൽ ഇത് സംഭവിച്ചത്. നമ്മൾ മനസ്സിലാക്കണം. ആ പെൺകുട്ടിയുടെ ജീവിതത്തിലും ഈ പറയുന്ന തരത്തിലുള്ള അടിമബോധം പെൺകുട്ടിയുടെ ഭർത്താവിനും ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചന നമുക്ക് തരുന്നുണ്ട്. കഥയുടെ അവസാനം നമുക്ക് അത് ബോധ്യപ്പെടുന്നുമുണ്ട്. ഇവിടെ സൂചന തരുന്നു. അതാണ് സിന്ദൂരം ഒരു രക്തത്തുള്ളി പോലെ താഴെ വീണു, വിയർത്ത് കുതിർന്ന് താഴെ വീണു എന്ന് പറഞ്ഞത്. വൃദ്ധ എഴുതിയതും വായിച്ചതുമെല്ലാം ഈ വീട്ടിൽ വന്നിട്ട് അമ്മായിയമ്മയുടെ കൺവെട്ടത്ത് വരാതെയാണ്. അതാണ് ഏറ്റവും രസം. വൃദ്ധയ്ക്ക് ആ വീട്ടിൽ യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, എഴുതാൻ പറ്റുമായിരുന്നില്ല. അമ്മായിയമ്മ പറയുമായിരുന്നു, പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണം. അതാണ്. അതിനപ്പുറത്തൊന്നുമില്ല. പെണ്ണിന് ഐഡന്റിറ്റി ഇല്ല, പെണ്ണിന് വ്യക്തിത്വമില്ല, അവൾ എഴുതേണ്ടതൊന്നുമില്ല. എഴുതിയിട്ട് എന്ത് പ്രയോജനം, തറവാടിന് എന്ത് പ്രയോജനമെന്ന് അമ്മായിയമ്മ ചോദിക്കുമായിരുന്നു. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, കഥ എഴുതാനുള്ള സ്വാതന്ത്ര്യം, അത് തടയുന്നതിൻ്റെ സൂചനയാണ് ഇവിടെയുള്ളത്. സ്ത്രീ ഈസ് ഈക്വൽ ടു അടുക്കള. ഇതാണ് അടുക്കള മാത്രം. ഇതാണ് ഈ സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടിയെ വിവാഹം ചെയ്തു തന്നെ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമായിട്ടില്ല. പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പ്രസവിക്കണം എന്നതായിരുന്നു അമ്മായിയമ്മയുടെ നിലപാട്. അപ്പം സ്ത്രീയെ ഒരു അടുക്കളയ്ക്കകത്തുള്ളൊരു വീട്ടുപകരണം പോലെയാണ് സ്ത്രീയെ കണ്ടിരുന്നത്. ജീവനുള്ള, ജൈവത്തായ, ചൈതന്യമുള്ള, എഴുതാൻ കഴിവുള്ള, ഓരോ കാര്യങ്ങളും ആവിഷ്കരിക്കാൻ കഴിവുള്ള, അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരാളായി സ്ത്രീയെ കരുതാൻ അമ്മായിയമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല. ഈ പുരുഷാധിപത്യത്തിൻ്റെ ആശയങ്ങൾ തന്നെയാണ് അമ്മായിയമ്മ പങ്കിട്ടിരുന്നത്. ഇതാണ് സ്ത്രീകളും അത് പങ്കിട്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതാണ്. അപ്പം വൃദ്ധ എഴുതിയതും വൃദ്ധ വായിച്ചതുമെല്ലാം അമ്മായിയമ്മയുടെ കൺവട്ടത്ത് വരാതെയായിരുന്നു. മറ്റൊന്ന് കഥ വായിച്ചാൽ നമുക്കറിയാം, ഈ മക്കൾക്ക് ടാഗോറിൻ്റെ പേരിടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ, അയാളുടെ ഭാര്യയുടെ, മൃണാളിനിയുടെ, ഇതൊന്നും വൃദ്ധയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വൃദ്ധയ്ക്ക് ടാഗോറിനോടും രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കവിതയോടും സ്വാതന്ത്ര്യ സമരത്തോടും ഒക്കെയുള്ള
ആ അടുപ്പമാണിത് കാണിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഭർത്താവ് അംഗീകരിക്കുന്നേ ഇല്ല. ഭർത്താവിൻ്റെ ആധിപത്യം, ഭർത്താവ് പറയുന്ന പോലെ അവിടെ കാര്യം നടക്കും. ഇങ്ങനെ ഈ ആധിപത്യത്തെക്കുറിച്ച്, ഭർത്താവിൻ്റെ ആധിപത്യത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ, പുരുഷാധിപത്യത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പതുക്കെ പെൺകുട്ടി വൃദ്ധയെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ശ്രദ്ധിക്കണം, ആദ്യം പെൺകുട്ടി വൃദ്ധയിൽ നിന്ന് അകന്നു നിന്നയാളാണ്. ഈ പുരുഷാധിപത്യത്തെക്കുറിച്ച് പറയുന്ന നേരമാണ് പെൺകുട്ടി വൃദ്ധയെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. വൃദ്ധയോടുണ്ടായിരുന്ന ഒരു മടുപ്പ് പതുക്കനെ പതുക്കനെ പെൺകുട്ടിയിൽ നിന്നും മാറുന്നു. വൃദ്ധ പറയുന്നത് കേൾക്കാൻ പെൺകുട്ടിയുടെ മനസ്സ് കൊതിച്ചു തുടങ്ങുന്നു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. വൃദ്ധ എന്തായാലും താൻ എഴുതിയ കഥകൾ പെൺകുട്ടിയോട് പറഞ്ഞു തുടങ്ങുകയാണ്. ആദ്യം താൻ എഴുതിയ കഥ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ജയിലിൽ പോയ ഒരു സ്ത്രീയെക്കുറിച്ചാണ്. വ്യക്തിപരമായ കാര്യങ്ങൾക്കും അപ്പുറം തൻ്റെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളാണ് വൃദ്ധ തൻ്റെ കഥകളിൽ അവതരിപ്പിച്ചത്. സ്വാതന്ത്ര്യ സമരം, ഒപ്പം തന്നെ സ്ത്രീ പ്രശ്നം. അതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന് ജയിലിൽ പോയ പുരുഷനെ പറ്റിയല്ല, സ്ത്രീയെ പറ്റിയാണ് വൃദ്ധ ആദ്യത്തെ കഥ എഴുതിയത്. ആ കഥ വായിക്കാൻ പോലും തയ്യാറായിരുന്നില്ല തൻ്റെ ഭർത്താവ്. ഇതൊരു അവഗണനയാണ്, സ്ത്രീയോടുള്ള അവഗണനയുടെ അറ്റമാണ്. വായിക്കാൻ പോലും കൂട്ടാക്കിയില്ല തൻ്റെ ഭർത്താവ്. നോക്കൂ, വൃദ്ധയുടെ രണ്ടാമത്തെ കഥയോ അത് രസകരമാണ്. അതൊരു സാഹിത്യകാരിയെക്കുറിച്ചായിരുന്നു വൃദ്ധ എഴുതിയത്. ഈ സാഹിത്യകാരി പല മാസികകൾക്ക് വേണ്ടി കഥ അയച്ചു കൊടുക്കും. സ്വന്തം പേരിലല്ല, ആണുങ്ങളുടെ പേരിൽ കഥ അയച്ചു കൊടുക്കും. അവസാനം കഥയ്ക്ക് സമ്മാനം കിട്ടി. ആൾക്കാർ വീട്ടിൽ വന്നപ്പോൾ താനാണ് എഴുതിയത് എന്ന് ഈ സാഹിത്യകാരിയുടെ ഭർത്താവ് യാതൊരു എളുപ്പവുമില്ലാതെ പറഞ്ഞു. ഇതാണ് കഥ, രണ്ടാമത്തെ കഥ. ഈ കഥയിലൂടെ സ്ത്രീ അനുഭവിക്കുന്ന ഒരു രണ്ടാംകിട അവസ്ഥയെപ്പറ്റി, അതുകൊണ്ടാണ് സ്ത്രീക്ക് അവളുടെ പേരിൽ തന്നെ അയച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്നു അല്ലേ. അവിടെയും പുരുഷൻ ചൂഷണം ചെയ്യുന്നു, തൻ്റെ കഥയാണെന്ന് പറയുന്നു. സമ്മാനം കിട്ടിയപ്പോൾ സ്ത്രീയുടെ രണ്ടാംകിട അവസ്ഥ ഗംഭീരമായി ബോധ്യപ്പെടുത്തി തരുന്നു ഇവിടെ. അപ്പം ഈ രണ്ടാമത്തെ കഥയുടെ സന്ദർഭം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് എഴുതുന്ന സന്ദർഭം എന്ന് പറയുന്നത്, ശരിക്കും ഈ വൃദ്ധയുടെ ഭർത്താവ് ഡൽഹിയിൽ MP ആണ്. അദ്ദേഹം ഡൽഹിക്ക് പോവുകയാണ്. അവിടുന്ന് എല്ലാവരെയും അയാളുടെ അമ്മ അടക്കം, വൃദ്ധയുടെ അമ്മായിയമ്മ അടക്കമുള്ള എല്ലാവരെയും ഡൽഹിക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവസാനം വൃദ്ധയുടെ അമ്മായിയമ്മ പറഞ്ഞു, വൃദ്ധ വരണ്ട, കാരണം പശുക്കളെ നോക്കാനും അസ്ഥിത്തറയിൽ തിരി കൊളുത്താനും ആരെങ്കിലും വേണ്ടേ. വൃദ്ധയ്ക്ക് ശരിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അമ്മായിയമ്മ പറഞ്ഞു വേണ്ട. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, പശുക്കളെ നോക്കാൻ ആൾ വേണം, എല്ലാവരും കൂടെ പോയാൽ പറ്റില്ല, അസ്ഥിത്തറയിൽ തിരി കൊളുത്താൻ. നോക്കൂ, വീടിൻ്റെ ചുറ്റുവട്ടത്തു മാത്രം ഒതുങ്ങിക്കഴിഞ്ഞോളണം എന്ന കൽപ്പന, അതാണ് ഇവിടെയുള്ളത്. വീടിൻ്റെ ചുറ്റുവട്ടത്തു മാത്രം ഒതുങ്ങിക്കഴിഞ്ഞോളണം എന്ന കൽപ്പന. അടങ്ങി ഒതുങ്ങി പതുങ്ങി സ്ത്രീ കഴിയണം എന്ന ബോധം. അടുക്കളയിൽ നിന്ന് എങ്ങോട്ട് വരരുന്നു? അരങ്ങത്തേക്ക് വരരുത് എന്നുള്ള ബോധ്യം ഈ അമ്മായിയമ്മ പങ്കുവയ്ക്കുന്നു. ഇത് പുരുഷാധിപത്യത്തിൻ്റെ സങ്കല്പമാണ്, സ്ത്രീയെ അടക്കി നിർത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഡൽഹിയിലേക്ക് എന്തൊരു ദുരന്തമാണ് നോക്കുക, തൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകാൻ അവർക്ക് കഴിയുന്നില്ല. ഈ സന്ദർഭത്തിലൊക്കെ പെൺകുട്ടിക്കും ഈ വൃദ്ധയോട് വല്ലാത്ത അടുപ്പം തോന്നി തുടങ്ങി. മടുപ്പ് മാറി അടുപ്പമായി. ഇതാണ് മടുപ്പ് മാറി അടുപ്പമായി. മൂന്നാമത്തെ കഥ എന്തെന്ന് പെൺകുട്ടി അങ്ങോട്ട് ആകാംക്ഷയോടെ തിരക്കുകയാണ്. ഈ സമയത്ത് പത്മാക്ഷി വരികയും വൃദ്ധയ്ക്ക് മരുന്ന് കൊടുക്കുകയും ചെയ്തു. വൃദ്ധ ഉറങ്ങിപ്പോയി. നമ്മൾ കഥ വായിച്ചപ്പോൾ അറിയാം. പക്ഷെ ഉറങ്ങിയിട്ട് പതുക്കനെ വൃദ്ധ കണ്ണ് തുറന്നിട്ട് മൂന്നാമത്തെ കഥ എഴുതാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിൻ്റെ പേര് ദുർമരണം എന്നാണ് എന്ന് പറയുന്നത്. വൃദ്ധ ആ കഥ നേരിയ രീതിയിൽ ഓർമ്മിക്കുന്നു. എന്നിട്ട് തൻ്റെ കഴുത്തിലെ വയലറ്റ് ഞരമ്പിൽ തൊട്ടിട്ട് കുരുക്കിവിടെ തന്നെ വീഴണം എന്ന് പറഞ്ഞു.
ഞരമ്പ് തെറ്റരുത്, ഇവിടെ തന്നെ വീഴണം. എന്തെന്നാൽ ഞരമ്പ് ഓർമ്മയാണ്, ഓർമ്മയുടെ ഞരമ്പാണിത്, അവിടെ തന്നെ വീഴണം. അതായത് ആ ഞരമ്പിൽ തന്നെ വീഴണം. അതായത് ഇവിടെ ഈ ഒരു തരത്തിലും ഈ പുരുഷാധിപത്യത്തോട് കഥയിലൂടെ പ്രതികരിക്കാൻ പലതവണ നോക്കി. ആദ്യത്തെ കഥ നോക്കുക, സ്വാതന്ത്ര്യ സമരത്തിന് ജയിലിൽ പോയ സ്ത്രീയെക്കുറിച്ച് എഴുതി. രണ്ടാമത്തെ കഥ ഈ തൻ്റെ കഥകളെല്ലാം ആണിൻ്റെ പേരിൽ അയച്ചു കൊടുക്കുന്ന ഒരു എഴുത്തുകാരി, സാഹിത്യകാരിയെ പറ്റി എഴുതി. ഇങ്ങനെ സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങൾ എഴുതിയിട്ട് അവസാനം ഈ പുരുഷാധിപത്യ ലോകത്തോട് പ്രതികരിക്കാൻ ഇനി അങ്ങ് ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു കളയുന്നതാണ് ഭംഗി എന്നുള്ള തരത്തിലുള്ളൊരു കഥാപാത്രം. അതാണ്, അതുകൊണ്ടാണ് ഈ ഒരു അത് നല്ല മരണമല്ല, ദുർമരണം. അതായത് ഈ ഞരമ്പിൽ കുരുക്കിട്ട് മരിക്കുന്ന കഥാപാത്രം. അതിനെപ്പറ്റിയാണ് എഴുതാൻ. അവസാനത്തെ കഥ പൂർണ്ണമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ അത് ഓർത്തെടുത്ത് പറയുകയാണ്. നോക്കൂ, അവിടെ പറയുന്ന ഒരു കാര്യം, ഈ ഞരമ്പിൽ തന്നെ വീഴണം. കാരണം ഈ ഞരമ്പ് ഓർമ്മയുടെ ഞരമ്പാണ്, ആ വയലറ്റ് ഞരമ്പ്. അതായത് മരിക്കുമ്പം ഓർമ്മകളോടെ മരിക്കണം. അതാണ് ഓർമ്മകളാണ് ജീവിതം. ആ ഓർമ്മകളെ, ജീവിതം തൻ്റെ ജീവിത ബോധ്യങ്ങൾ, ജീവിത സമീപനം, അതായത് പെണ്ണ് എന്നുള്ള ആ അഭിമാനബോധം, അതാണ് അവിടെ. ആ അഭിമാനബോധമുള്ള ഓർമ്മകൾ, പെണ്ണെന്നുള്ള നിലയിലുള്ള അഭിമാനബോധമുള്ള ഓർമ്മകൾ, ആ ഓർമ്മകളോടെ മരിക്കണം. ഇങ്ങനെയായിരുന്നു ഒരു കഥാപാത്രത്തെ സങ്കല്പിച്ചത്. ഇങ്ങനെയായിരുന്നു. അതായത് നമുക്കിങ്ങനെ വേണമെങ്കിൽ പറയാം, മറ്റൊരു തരത്തിലും പുരുഷാധിപത്യത്തിനോട് പ്രതികരിക്കാനാകാതെ പോയ വൃദ്ധ കണ്ടെത്തിയ ഒരു ആശ്രയമാണ്, അഭയമാണ് ഈ കഥാപാത്രത്തിൻ്റെ, തൻ്റെ മൂന്നാമത്തെ കഥയിലെ കഥാപാത്രത്തിൻ്റെ ദുർമരണം. അത് ശരിക്കും പുരുഷാധിപത്യത്തെ പ്രതികരിക്കാൻ സാധ്യമാവാതെ പോയ ഒരു തലമുറയുടെ ഒരു ആവിഷ്കാരം കൂടിയാണ്. സാധ്യമാവാതെ പോയ ഒരു തലമുറയുടെ വൃദ്ധയുടെ ജീവിതം മുഴുവൻ നോക്കി. അപ്പോഴും വൃദ്ധ പറയുന്നത് ആ ഞരമ്പിൽ തന്നെ വീഴണം കുരുക്ക്, ഓർമ്മയുടെ ഞരമ്പിൽ. അതായത് ഓർമ്മകളോടെ, പെണ്ണിന്റെ അഭിമാനബോധമുണർത്തുന്ന ഓർമ്മകളോടെ, പെണ്ണെന്ന നിലയിലുള്ള അഭിമാനബോധമുണർത്തുന്ന ഓർമ്മകളോടെ തനിക്ക് തൻ്റെ കഥാപാത്രം മരിക്കണം എന്ന് വൃദ്ധ ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ കഥയിൽ. പിന്നീട് അടുത്ത രംഗം കാണുന്നത്, വൃദ്ധ ഉറങ്ങിപ്പോവുകയാണ്. പെൺകുട്ടി തൻ്റെ മുറിയിൽ വന്നിട്ട് തൻ്റെ കഴുത്തിൽ ഈ തരം ഒരു ഞരമ്പ് കണ്ടെത്തുന്നു. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഇതൊരു പുതിയ ബോധമാണ് വൃദ്ധയിൽ നിന്ന് കിട്ടുന്നത്. ആ ഞരമ്പ് ശരിക്കും ഓർമ്മകളാണ്. പെൺകുട്ടി അവളുടെ ഓർമ്മകളിലേക്ക് പോവുകയാണ്, ആ ഞരമ്പ് കണ്ടെത്തുകയാണ്. അതായത് പെൺകുട്ടിക്ക് മനസ്സിലാകുന്നു, ഇത് ഒരു തലമുറ, വൃദ്ധയുടെ തലമുറ അനുഭവിച്ച ഈ അസ്വാതന്ത്ര്യങ്ങൾ വീണ്ടും തുടരുന്നുണ്ട്. അപ്പോൾ ഓർമ്മകൾ എന്നുള്ള അർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൽ ഓർമ്മകൾ ഉണ്ടാവണം. അതാണ് ഈ ഞരമ്പിൽ തൊടുന്നത്. ഞരമ്പിൽ പോയി തൊട്ട് നോക്കുമ്പോൾ ആണ് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് ശ്രീജിത്ത് വരുന്നത്. അപ്പോഴാണ് അർഹിക്കുന്ന ആദരവോടെ അയാളെ സ്വീകരിക്കേണ്ട പെൺകുട്ടി അയാളെ ശ്രദ്ധിക്കുന്നതേയില്ല. അയാൾ വിചാരിക്കുന്നത് ഒരു യജമാന ഭാവത്തിനാണ് അയാൾ വരുന്നത്. അപ്പം അടിമയായ പെൺകുട്ടി അയാളെ സ്വീകരിക്കണം. ഈ പെൺകുട്ടി ഒരിക്കലും ആ ഭർത്താവിനെ ആ സന്ദർഭത്തിൽ പരിചരിക്കാനോ സ്വീകരിക്കാനോ ശ്രമിക്കുന്നില്ല. അപ്പോൾ വൃദ്ധയിൽ നിന്നും, വൃദ്ധയുടെ സമീപനങ്ങളിൽ നിന്നും, വൃദ്ധയുടെ ജീവിതാവസ്ഥയിൽ നിന്നും പെൺകുട്ടിയുടെ ജീവിതാവസ്ഥയിൽ കുറച്ചു മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് അയാളെ ശ്രദ്ധിക്കാതെ ഈ ഞരമ്പിൽ നോക്കി പെൺകുട്ടി നിൽക്കുന്നത്. വൃദ്ധയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല വൃദ്ധയ്ക്ക്. ഒപ്പം തന്നെ വൃദ്ധയുടെ ആ കഥാപാത്രം ചെയ്തതുപോലെ ആ കഥാപാത്രത്തിൽ നിന്ന് കിട്ടിയ ഊർജം, മൂന്നാമത്തെ കഥാപാത്രത്തിൽ നിന്ന് കിട്ടിയ ഊർജം, ആ കഥയിൽ നിന്ന് കിട്ടിയ ആ ഓർമ്മയുടെ ഞരമ്പ് എന്നുള്ള ഊർജം, ആ ഊർജം ഈ പെൺകുട്ടിയിലുണ്ടായി. അതുകൊണ്ടാണ് കല്യാണത്തിന് പോയി വന്ന ശ്രീജിത്തിനെ പരിചരിക്കാൻ അവൾ തയ്യാറായില്ല. യജമാന ഭാവത്തിൽ അയാൾ നോക്കുന്നുണ്ട് അവിടെ.
അവൾ ശ്രദ്ധിക്കുന്നില്ല. വൃദ്ധയിൽ നിന്നും ഒരൽപ്പം കുതിറിച്ചാടുന്നു. ഒപ്പം തന്നെ വൃദ്ധയിൽ നിന്നും കുതിറിച്ചാടിയിട്ടുണ്ടുകൾ എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ്, ഈ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് ഭർത്താവ് വിളിച്ചിട്ട് അവൾ പോയിട്ടില്ല. കാരണം ഭർത്താവ് ഈ കല്യാണത്തിന് ഒരു കാഴ്ചവസ്തുവിനെ പോലെ ഇവളെ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. കാരണം ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയിട്ടു. അപ്പം ഈ കല്യാണത്തിന് കാഴ്ചവസ്തുവിനെ പോലെ ഇവളെ കൊണ്ടുപോകാൻ ശ്രമിച്ചതിനെതിരെ ഇവൾ പ്രതികരിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടി വൃദ്ധയിൽ നിന്നും ഒരല്പം കുതിറിച്ചാടിയിട്ടുണ്ട്. ഈ പെൺകുട്ടി തലമുറ മാറുമ്പോൾ അതിൻ്റെ രണ്ടാം സൂചനയാണിത്. ആദ്യ സൂചന എന്താണ്? ആദ്യ സൂചന അവൾ ഈ ശ്രീജിത്ത് വന്നപ്പോൾ പരിചരിച്ചില്ല. രണ്ടാമത്തെ സൂചന പറഞ്ഞത് ഈ കല്യാണത്തിന് തന്നെ അവൾ പോയില്ല. ഒരു കാഴ്ചവസ്തുവായിട്ട് പോകാൻ അവൾ തയ്യാറല്ല. ഇതിനൊക്കെ അപ്പുറം ഒരു സൂചന നമ്മൾ നേരത്തെ കണ്ടു. ഈ കഥയുടെ ആരംഭത്തിൽ തന്നെ കണ്ടു. സീമന്തരേഖയിലെ സിന്ദൂരം താഴെ വീണ് ഒരു രക്തത്തുള്ളി പോലെ കിടക്കുന്നു. ശരിക്കും സീമന്തരേഖയിലെ സിന്ദൂരം മരിക്കുന്നു. ദാമ്പത്യത്തിൻ്റെ ആ ഒരു യജമാന ഭാവം ഉണ്ടല്ലോ ദാമ്പത്യത്തില് ദമ്പതിമാര് സ്ത്രീയും പുരുഷനും സുഹൃത്തുക്കളെ പോലെ വേണോ, അതോ അടിമയും യജമാനനും പോലെ വേണോ? ഇതാണ് അടിമയും യജമാനനും പോലെ പെരുമാറുന്ന ദാമ്പത്യം. ആ ദാമ്പത്യത്തിൻ്റെ തകർച്ച, അതിൻ്റെ സൂചന ആ സീമന്തരേഖയിലെ സിന്ദൂരം താഴെ വീണു മരിച്ചു എന്ന് പറയുന്നിടത്തുണ്ടായിരുന്നു. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പാരസ്പര്യവും സൗഹൃദവുമാണ് ശരിക്കും ഉണ്ടാവേണ്ടത് ദാമ്പത്യത്തിൽ. അല്ലാത്ത എല്ലാ ഒത്തുചേരലുകളും യജമാനനും അടിമയും എന്നുള്ള ഭാവത്തിലേക്ക് മാറും. അപ്പം കുറച്ച് കുതിറിച്ചാടുന്നുണ്ട് ഈ പെൺകുട്ടി. ഈ നമ്മുടെ വൃദ്ധയെ പോലെയല്ല. പക്ഷെ വൃദ്ധ നേരിട്ട അതേ പ്രശ്നങ്ങൾ ഈ പെൺകുട്ടിയുടെ തലമുറയായി അത് നേരിടേണ്ടി വരുന്നു. പക്ഷേ ഒരു അടുക്കളച്ചക്കിയുടെ ജന്മമല്ല ഈ പെൺകുട്ടിയുടേത്. അതാണ് വരും തലമുറയുടെ ഒരു എതിർപ്പ്, കലാപം, അവരുടെ ഒരു റിബൽ നേച്ചർ എതിർക്കാനുള്ള സമഭാവം കണ്ടെത്താനുള്ള, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സമഭാവന ദാമ്പത്യത്തിൽ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഈ പെൺകുട്ടിയിൽ നമ്മൾ ഈ 3 ഇൻസിഡൻറ്റിൽ കൃത്യമായും കാണുന്നുണ്ട്. ആദ്യത്തെ ഇൻസിഡൻറ്റ് അവസാനം ഭർത്താവ് വന്നപ്പോഴേക്ക് പരിചരിക്കാൻ അവൾ തയ്യാറാകാതെ തൻ്റെ ഞരമ്പ് നോക്കി നിൽക്കുന്നു. ആ ഞരമ്പിൽ നോക്കി നിൽക്കുന്നത് ഓർമ്മയുടെ ഞരമ്പാണ്, ഓർമ്മകളാണ്. ഈ വൃദ്ധയുടെ ഓർമ്മകൾ ശരിക്കും വൃദ്ധയുടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെണ്ണെന്ന ആത്മാഭിമാനം ഉണർത്തുന്ന ഓർമ്മകൾ, ആ ഓർമ്മകളോടെ മരിക്കണം എന്നാണ് വൃദ്ധയുടെ കഥാപാത്രം പറയുന്നത്. അപ്പോൾ ആ ആത്മാഭിമാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതിലാണ് അവൾ നിൽക്കുന്നത്. ഒപ്പം തന്നെ പെണ്ണെന്ന് പറയുന്നതിൻ്റെ പെണ്ണിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ഓർമ്മകൾ, ഒപ്പം തന്നെ ഈ ഭർത്താവിനെ ഒപ്പം ഭർത്താവ് വന്നപ്പോൾ, ശ്രീജിത്ത് വന്നപ്പോൾ ശ്രീജിത്തിനെ പരിചരിക്കാൻ തയ്യാറാവുന്നില്ല. അയാൾ യജമാന ഭാവത്തിൽ നോക്കുന്നു. മൂന്നാമത് ഈ ഭർത്താവിനോടൊപ്പം വെറും കാഴ്ചവസ്തുവായി കല്യാണത്തിന് അവൾ പോയില്ല. ഏറ്റവും പ്രധാനം കഥയിൽ പ്രയോഗിച്ച ഈ സീമന്തരേഖയിലെ സിന്ദൂരം താഴെ വീണ് മരിക്കുന്നതായി പറയുന്നത്. അതായത് ദാമ്പത്യം എന്ന് പറയുന്നത് യജമാനനും അടിമയും എന്നുള്ള തരത്തിലല്ല പുരുഷനും സ്ത്രീയും ആവേണ്ടത് എന്നും അത് രക്തത്തുള്ളിയായി വീണ് മരിക്കണമെന്നും, നേരെ മറിച്ച് ദാമ്പത്യത്തിനകത്ത് പരസ്പര സൗഹൃദവും ഒത്തൊരുമയും സമഭാവവും പരസ്പരം ഇരുവരുടെയും ഇടയിൽ രൂപപ്പെടേണ്ട സ്വാതന്ത്ര്യ ബോധവും ഈ പെൺകുട്ടി, പുതിയ തലമുറ അത്തരം കാഴ്ചകളിലേക്ക് വരുന്നു. അങ്ങനെ വേണം നമ്മൾ സ്ത്രീകളെയും പുരുഷന്മാരെയും പരസ്പരം നോക്കിക്കാണേണ്ടത്.